ഞാനും നിക്കല്ലേ. ഇഡ്ഡലി സാമ്പാറ് തേങ്ങ അരച്ചിട്ടില്ല. ഞാൻ പുട്ടുണ്ടാക്കാൻ നിക്കായിരുന്നു. കുഴപ്പമില്ല. അയ്യോ ഇത്ര അധികം ഒന്നും ഇഡ്ഡലി വേണ്ട. അത് വേണ്ട. വേണ്ടല്ലേ അതെ. അപ്പൊ ഇത്ര അധികം ഉണ്ടാക്കിയ ആദ്യം കൂടുന്നില്ല അല്ലേ? അത് നിങ്ങക്ക് മൂന്നാല് സാമ്പാർ തേങ്ങ അരച്ചിട്ടില്ല. സാമ്പാർ പൊടി തേങ്ങ വേണമെങ്കിൽ ഉണ്ടായിക്കോ. അത് അങ്ങനത്തെ സാമ്പാർ ഉണ്ടാക്കാൻ വെച്ചിട്ടേ അല്ല പറമ്പില് ആ ഇത് വീണെടുക്കുന്ന ലീല വന്നിട്ട് പൊട്ടിക്കാല്ലേ? എന്ത് വീണെടുക്കുന്നത്? പപ്പായ ഉണ്ടാവും. അപ്പൊ ഫ്രിഡ്ജിൽ ഉണച്ചാൽ നല്ലതാ. വേറെ നല്ലതാ. ഉപ്പേരി നോക്കട്ടെ ഉണ്ടാകുന്ന ആയതുണ്ടാ നോക്കാം. അങ്ങോട്ട് കിടക്കുന്നു പറഞ്ഞിട്ട് ഇല്ല ഞാൻ പോണില്ല, എനിക്ക് പേടി. മക്കളുണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആകെ വിസ്താരനെ എന്ത് അല്ലേ എവിടെന്നാ പോണേ? ഒരു ജനൽ കീറ് മാത്രം തുറന്നുള്ളൂ. എനിക്ക് തേങ്ങില്ലേട്ടാ. അപ്പൊ അവിടെ അങ്ങനെ കൊറേ മരോട് പറഞ്ഞപ്പോ കുട്ടിയോട് കൂടി വെച്ചു. പിന്നെ ഈ മണി പ്ലാന്റ് ഇല്ലേ, മണി പ്ലാന്റ് ഒക്കെ അങ്ങനെ അടുക്കളയിൽ അപ്പുറത്തുണ്ടാകുന്ന മണി പ്ലാന്റ് ഒക്കെ അങ്ങനെ ജനലെന്ന് ഒരു കീറ തുറന്നിട്ടുള്ളൂ. അപ്പൊ അതും കൂടെ ഞാൻ വെക്കാറുണ്ട്. ഇപ്പൊ പിന്നെ ഇപ്പൊന്നും അതില്ല. പിന്നെ മരോളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ വന്നപ്പോ ഒന്നും കൂടി അങ്ങനെ പ്രാന്ത് പിടിക്കുക എന്ന് കാണുമ്പോഴേ അവനോടൊന്നും വെച്ചിട്ട് ഇനി മരോളോട് വല്ലതും പറഞ്ഞങ്ങൾ വെച്ചിട്ടേ നമുക്കെന്നെ നേരം. പിന്നെ ഞാൻ അങ്ങനത്തെ ആളുമില്ല. മരോട് ആ തരം പറയാം, മറ്റൊരോട് ഈ തരം പറയാം. എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോരം ഉണ്ടായിട്ടുണ്ട്. എന്താ പൊട്ടിയോളം ഓരോരുടെ കാര്യങ്ങള് നമുക്കറിയാം. അല്ല എന്നോട് ആരും പറയണ്ട, എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയതാ എന്തെങ്കിലും ഇല്ലാണ്ടൊന്നും ഉണ്ടാവില്ലോ. ഞായറാഴ്ച നിൽക്കിപ്പോ അവിടെ നിൽക്കുന്നുണ്ട്. ആഴ്ചയോട് ഞായറാഴ്ച പിന്നെ തേക്ക് പറഞ്ഞു. തേക്ക് ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ വീട്ടിലേക്ക് എത്തി. അതന്നല്ലേ ദാസം മുറിച്ചിരുന്നേ തേക്ക്. ഞാൻ കൊറേ നോക്കി. ഞാൻ ഈ മരം മുറിക്കുന്നേ കടപഴകി അതല്ലേ മാഷയുടെ തേക്കും ആകെ എന്തും കടപഴകും. പിന്നെ തെങ്ങ് കുമ്പടെ നിന്റെ വീട്ടിലത്തെ തെങ്ങ് അത്ര വലിയ ഇതൊന്നല്ല, ഉറപ്പുള്ളതല്ല. എന്നാണോ പരിമിക്കത്ത് അണക്കൊരു ലോഡ് മണ്ണിറക്കിയിട്ട് അതിനെ കടക്കൽ കെട്ടാ മതി. ഒറ്റ ലോഡ് പണിണ്ടാ? ആ വരും. ഇതിന്റെ മുകളിൽ കൊറേ കായുണ്ട്. നിങ്ങക്ക് പൊട്ടിച്ചിട്ട് നല്ലതാണ് ഉപയോഗിക്കാൻ. മുകളിലൊക്കെ ഇച്ചിരി വലുതാ. ഇത് ഏറ്റവും നല്ല സാധനല്ലേ പപ്പായ. റസിയമ്മക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഇത് എപ്പോഴും ഉണ്ടാവണില്ലല്ലോ. കുഴിച്ചിട്ടാലും പൊട്ടിച്ചോ. അത് ആദ്യത്തേതാവും, നല്ലതാവും. മതി. ഇത് ഇവിടുന്ന് ഇന്നലെ പാമ്പ് പോയത് അങ്ങോട്ട്. ഇന്നലെ ഇവിടുന്നാണ് ഒരു പാമ്പ് ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് പോയത്. അവർക്ക് എന്തെങ്കിലും വിൽക്കാനായിട്ട് കിട്ടുമ്പോൾ അവർ നമ്മളെ നല്ല മേടുള്ളൂ. അപ്പോ ഒന്നും ചെയ്യില്ല അവര്. നമ്മളൊരാൾക്കൊരു ദ്രോഹം ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് കേൾക്കുള്ളതാക്കാം. ഇപ്പൊ എല്ലാവരും എന്നോട് പറയും, പോണവരും മരണവരും ഒക്കെ പറയും നല്ല പാമ്പുകളുണ്ട്, നല്ല പാമ്പുകളുണ്ട്, മക്കളെ നോക്കിക്കോളൂ, രാത്രി പുറത്തേക്ക് ഇറങ്ങരുത്. കാട് പോലെ ഞാൻ ഈ കുട്ടികളെ എന്റെ മക്കളെ കേട്ട് എപ്പോഴും പീടിയേക്കൊക്കെ പോണല്ലേ. അവിടുന്ന് ഇവിടുന്ന് പുറത്ത് റോട്ടിന്ന് കാണാനല്ലാതെ ഞാൻ കാണുന്നില്ല. ഞങ്ങള് എല്ലാം ആദ്യം
എല്ലാ ആയില്യത്തിനും അമ്പലത്തിൽ പോയിട്ട് പാല് 100 കൊടുക്കും. എല്ലാ ആയില്ലെന്ന് പറഞ്ഞാൽ മാസം മാസം മാസത്തില് ഒരു ആയില്യുണ്ട്. അത് പാമ്പുകൾക്ക് പാല് 100 കൊടുക്കുക. അപ്പൊ അത് ഞങ്ങൾ എല്ലാ മാസം പോയിട്ട് ആയില്യത്തിന് സുബ്രുവിന്റെ പേർക്ക്, എന്റെ പേർക്ക്, പൊന്നൂസിന്റെ പേർക്ക്, പൊന്നൂട്ടരുടെ പേർക്ക് ഞങ്ങൾ ചെയ്യും. പിന്നെ നാഗേക്ഷിയില് പോവും, എല്ലാവർക്കും പുഷ്പാഞ്ജലി കഴിക്കും. എല്ലാവർക്കും അതൊരു പുറ്റ്, രണ്ട് പുറ്റ ഇത്ര ഉണ്ടാ പുറ്റി. എവിടെ? മണത്തലേനി ബീച്ച് റൂട്ടില് നാഗേക്ഷിണ്ട്. ഇത്ര ഉള്ളില് 2 പുറ്റുണ്ട്. ഒന്ന് ഇത്രേ ഒന്ന് ഇത്രേ, ഇങ്ങനെ ആയിട്ട് നിക്കണം. ഈ പുറ്റിനുള്ളിൽ ഇത്ര വന്ന് പാമ്പുകുട്ടിന്റെ അതിനുള്ളില് പൂജാരി അവിടേക്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവും. പോയി ഞാന് അതിന് മുകളിലാണ് ഞങ്ങൾക്ക് മഞ്ഞൾ എടുത്ത് വരിക. അതുപോലെ തന്നെ ചൊറി അങ്ങനൊക്കെ വരില്ലേ, അങ്ങനൊക്കെ വരുമ്പോ അത് മഞ്ഞൾ വെച്ചാ പോവും. സുബ്രുവിന്റെ ചൊറിയില് ചീഞ്ഞിട്ട് മണത്തട്ടാണ്. പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഒരു ഫംഗ്ഷനൊന്നും പോവാൻ പറ്റില്ല. കയ്യും മീൻ കാലും മീൻ സ്കിന്നിന്റെ ഇനി ഡോക്ടർമാരെ കാണിക്കാത്ത ഉണ്ടായിരുന്നില്ല. അവസാനം ശംഖുപുഷ്പത്തിന്റെ വെള്ള ശംഖുപുഷ്പത്തിന്റെ വേര് പാലിൽ അരച്ചിട്ട് അത് രാവിലെ കുടിക്കും. പിന്നെ ഞാന് മണ്ണാർശാലയിൽ പോയിട്ട് അവിടുന്ന് തിരുമേനിയോട് പറഞ്ഞിട്ട് അവിടുന്ന് എണ്ണയും മഞ്ഞളും കൊടുത്ത് ചാലിച്ചിട്ട് പരട്ടി കഴിഞ്ഞപ്പോഴാണ് കംപ്ലീറ്റ് പോയി. പിന്നെ ഈ നേരം വരെ വന്നിട്ടില്ല. അതെ, സിമെന്റിന്റെ പകയാണ് എന്താന്ന് അറിയില്ല, അലർജി. എത്ര ഡോക്ടർമാരെ കാട്ടിച്ചിട്ട്. അപ്പൊ നമ്മള് വിശ്വസിക്കുന്ന ദൈവങ്ങളും കൂടെ കൂടണമെങ്കിൽ നമുക്ക് ഒന്നും വരത്തില്ല. അത്ര വിശ്വസിക്കുള്ളത്. 2 നേരം 3 നേരം 4 നേരങ്ങള് ഞാൻ കാണാൻ നിസ്കരിക്കുന്നത് എപ്പോഴും പോയിട്ട്. അപ്പൊ നമുക്കൊന്നും ബാധിക്കില്ല. നമ്മള് ഒരാൾക്ക് ഉപദ്രവത്തിനും കൂടില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മൾ കേൾക്കുള്ളൂ.